നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഉച്ചഭാഷിണികൾ നീക്കം ചെയ്തതോടെ വിശ്വാസികളിലേക്ക് ബാങ്ക് വിളിയുടെ സന്ദേശം എത്തിക്കാനായി പ്രത്യേക മൊബൈൽ ആപ്പ് വികസിപ്പിച്ച് മുംബൈയിലെ പള്ളികൾ. തമിഴ്നാട് ആസ്ഥാനമായ കമ്പനി വികസിപ്പിച്ചെടുത്ത സൗജന്യ ആപ്പ് രജിസ്റ്റർ ചെയ്ത പള്ളികളിൽ നിന്നുള്ള തത്സമയ ബാങ്കിന്റെ ഓഡിയോ സ്ട്രീം ചെയ്യും. പോലീസ് മുന്നറിയിപ്പുകളും ശിക്ഷാ നടപടികളും ഒഴിവാക്കാനും പള്ളിയിലെ ഉച്ചഭാഷിണികൾ താൽക്കാലികമായി നീക്കം ചെയ്തതിനാലുമാണ് ആപ്പുകൾ വികസിപ്പിച്ചതിനെക്കുറിച്ച് ആലോചിച്ചത് എന്ന് മാഹിൻ ജുമാ മസ്ജിദ് മാനേജിംഗ് ട്രസ്റ്റി ഫഹദ് ഖലീൽ പത്താൻ പറഞ്ഞു. ബാങ്ക് കേൾക്കാൻ താൽപ്പര്യമുള്ള ആർക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അവരുടെ പ്രദേശവും ഇഷ്ടപ്പെട്ട പള്ളിയിൽ തിരഞ്ഞെടുക്കുന്നതോടെ തത്സമയ ബാങ്ക് വിളി ആസ്വദിക്കാനാകുമെന്നും അദ്ദേഹം അറിയിച്ചു. മാഹിൻ ജുമാ മസ്ജിദിന് സമീപമുള്ള 1000-ലധികം പേർ ഇതിനകം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ തമിഴ്നാട് 250ഓളം പള്ളികൾ ബാങ്ക് വിളി ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയതായി ആപ്പ് സഹസ്ഥാപകനായ മുഹമ്മദ് അലി പറഞ്ഞു. ഓൺലൈൻ അസാൻ എന്ന് തന്നെയാണ് ആപ്പിന്റെ പേര്. ശബ്ദ മലിനീകരണ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനെ ചൊല്ലി മാസങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിൽ മുംബൈയിലെ 8 പള്ളികളിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് ഉച്ചഭാഷിണികൾ നീക്കം ചെയ്തിരുന്നു. യാതൊരു മുന്നറിയിപ്പുകളും നൽകുകയോ ശബ്ദ പരിശോധനകൾ നടത്തുകയോ ചെയ്യാതെയാണ് പോലീസ് അവ നീക്കിയതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടതായി സിയാസിക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ബോംബെ ഹൈക്കോടതി നിശ്ചയിച്ച പരമാവധി 45-56 ഡെസിബൽ എന്ന പരിധിക്ക് അനുസൃതമായി ഉച്ചഭാഷിണികൾ ഉണ്ടായിരുന്നുവെങ്കിലും യാതൊരു പരിശോധനയോ അറിയിപ്പോ കൂടാതെയാണ് അവ നീക്കം ചെയ്തതെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ധൃതി പിടിച്ചുള്ള പോലീസ് നടപടിയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുന്നതും മുസ്ലിങ്ങളെ വഴിയരികിൽ നിന്നതിന് ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോയിൽ കാണാം. ഉച്ചഭാഷിണികളുടെ ഉപയോഗം ഒരു മതത്തിൻ്റെയും അനിവാര്യ ഭാഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഈ വർഷം ജനുവരി 23-ന് ബോംബെ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ശബ്ദമലിനീകരണ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മഹാരാഷ്ട്ര പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി ഉത്തരവിന് ശേഷം മെയ് 11-ന് മുംബൈ പോലീസ് എല്ലാ മതസ്ഥലങ്ങളിലും ഉച്ചഭാഷിണികൾ ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ച് സർക്കുലർ ഇറക്കി. ഇതിനിടെയാണ് പോലീസ് നടപടിയുണ്ടായത്. അതേസമയം ഇപ്പോൾ മുംബൈ മതകേന്ദ്രങ്ങളിലെ ഉച്ചഭാഷിണികളിൽ നിന്ന് മുക്തമായെന്നും ശബ്ദ മലിനീകരണം കുറഞ്ഞെന്നും പോലീസ് കമ്മീഷണർ ദേവൻ ഭാരതി പറഞ്ഞു. 1500-ലധികം സ്ഥാപനങ്ങളിൽ നിന്ന് ഉച്ചഭാഷിണികൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമൂഹത്തെയും രാഷ്ട്രീയ നേതാക്കളെയും മത ട്രസ്റ്റികളെയും ബോധ്യപ്പെടുത്താൻ യോഗങ്ങളും ചർച്ചകളും സഹായിച്ചതായും ഈ നഗരത്തെ ഉച്ചഭാഷിണി രഹിതമാക്കിയതായും പോലീസ് അവകാശപ്പെട്ടു.